അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ വീട്ടിലെ ഫുൾ കാര്യം ചെയ്യാൻ പോകണം നമ്മളാണ്. ചായ തിളക്കിയാണ് കേട്ടാ, ബട്ട് ഇട്ടത് എവലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ വീട്ടിലെ ഫുൾ കാര്യം ചെയ്യാൻ പോകണം നമ്മളാണ് കേട്ടോ. കാരണം അമ്മയും അച്ഛനും എല്ലാം കൂടെ ചേർന്നിട്ട് കണ്ണൂർ ഒരു അമ്പലത്തിൽ പോയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വെളുപ്പാ രാവിലെ കൊണ്ടാക്കിയിട്ട് വന്നേ ഉള്ളൂ. നമ്മളൊന്ന് കുറച്ചുകൂടെ നേരത്തെ എണീറ്റിരുന്നെങ്കിൽ അമ്പലത്തിൽ പോയി കാപ്പി കുടിക്കുന്നുണ്ട്. സപ്താഹ നടക്കൊണ്ട് അവിടെ രാവിലെ കാപ്പിയും ചോറെല്ലാം ഉണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും അവിടെ പോയി കഴിക്കാൻ. എനിക്ക് എന്തായാലും ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ടുണ്ട് അടുക്കള കയറി ചായ ഇടാനായിട്ട് പോകുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം രാവിലെ ഉറക്കത്തിൽ അടിക്കുമ്പോൾ തന്നെ അമ്മ ചായ എന്ന് വിളിക്കുമ്പോൾ ചായ അമ്മ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിന്ന് ആദ്യം ചായ ഇടാം. അതിന് മുമ്പായിട്ട് ആദ്യം സിംബ ഒന്ന് പുറത്തോടാം. നമുക്ക് കൂട്ടിക്കിടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവ നേരത്തെ വിളിച്ചു തുടങ്ങി. ഇനി അവനെ പുറത്തിറക്കിയിട്ട് അവനെല്ലാം കഴിക്കേറ്റ് കൊടുത്തിട്ട് നമുക്ക് നേരെ അടുക്കളയിലിട്ട് പോകാം. ഫസ്റ്റ് ആയിട്ട് ഒരു ചായ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ സിംബയെ പുറത്തിറക്കാം കേട്ടോ. രാവിലെ തൊട്ട് കിടന്ന് വിളിക്കുന്നു. മറ്റേ അമ്മയൊക്കെ ആണെങ്കിൽ രാവിലെ തുറന്ന് വിടുകയാണ് കേട്ടോ. ഇറങ്ങി പറഞ്ഞ ഓട്ടം നിൽക്കി. അപ്പോൾ ഇതാണ് അവൻ്റെ ഫുഡ്. ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് വെച്ച് അപ്പോൾ പാൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. പാലിവിടെ രാവിലെ കൊണ്ട് വയ്ക്കുമെന്നാണ് തോന്നുന്നു. അപ്പോൾ നമുക്കിനി പോയി ഓരോ ചായ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ രാവിലെ അജിം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ ഇടാം. അജി എല്ലാവരും ഗുഡ് മോർണിംഗ് പറ. ഉറക്കത്തിൽ അടിച്ചെന്താണ് കേട്ടോ പാവം. അപ്പം നമുക്ക് ചായ ഇടാം. ആവശ്യമായിട്ടുള്ളത് ഞാൻ കുറച്ച് സാധനം എടുത്ത് വച്ചു. ചായപത്രം, ഓക്കെ ഓക്കെ. എത്ര ഗ്ലാസ് വെള്ളം വയ്ക്കണം രണ്ടുപേർക്ക്? പാലൊഴിച്ചിട്ടാണല്ലേ? പാലെടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ പാലൊഴിക്കുന്നു അജിനാണ് കേട്ടോ. അജിന് ശകലം കുക്കിംഗ് പരിപാടിയൊക്കെ അറിയാം. രണ്ടുപേർക്കുള്ളതായി. അപ്പോൾ ഇത് മതിയാ? അത്രയും വേണ്ടല്ലേ, കുറച്ച്. പക്ഷെ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ അജിനാണ് എനിക്കിത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മതിയാ? ഓക്കെ, നമുക്ക് രണ്ടുപേർക്കുള്ള ചായയാണ്. ഇതൊക്കെ മതി, ധാരാളം അല്ലേ? നീ കാപ്പി കുടിച്ചാ? ഇല്ല. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് കുടിക്കാം. മിക്കവാറും എൻ്റെ നമുക്ക് വല്ല മാഗിയുണ്ട്. അമ്പലത്തിൽ പോയായിരുന്നു. നേരത്തെ വന്നിരുന്ന നമുക്ക് അമ്പലത്തിൽ പോയായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിയിടേ, തലവേദന ഉണ്ടായിരുന്നു രാവിലെ. നമുക്ക് ചായ എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഷെഫുള്ള അജിൻ. ലൈറ്റ് മതി, ലൈറ്റ് മധുരം കൊട്ടി. മധുരം കൂടി പോവോ? കുഴപ്പമില്ല. ആകെ ചായയിലാണ് നല്ലൊരു മധുരമായിട്ട് കുടിക്കുന്നത്. കുറവാണല്ലേ? നമുക്ക് വേണമെങ്കിൽ വേണ്ടി അഡീഷണൽ ഇടാമല്ലോ. നമ്മൾ ആദ്യം ചായ തിളക്കിയാണ് കേട്ടാ. ബട്ട് ഇട്ടത് എവലാണെന്നേ ഉള്ളൂ. എല്ലാം ഇടാൻ സമ്മതിക്കാത്തതില്ല. ഞാൻ ഇനി വെറുതെ വെള്ളം കൊട്ടി നശിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് അജിൻ അവറുകൾ വന്ന് ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. തലൈവാ. അജിൻ്റെ ചായ അടിപൊളി ചായ. എങ്കിലും മധുരം കൂടുതലാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി. അജിനെ നമ്മുടെ കൈപുണ്യത്തിൻ്റെ നിറകൂടാ. വോയിസ് നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പത്തിനുണ്ടാക്കാൻ വേണ്ട ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള. അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് കേട്ടോ. കാരണം ബ്രെഡ് നോക്കിയിട്ട് ബ്രെഡില്ല, മുട്ടയുണ്ട്, ദോശമാവും എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് തയ്യാറാക്കാം. എത്രമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ മാസ്റ്റർ ഷെഫ് ഇവിടെ തന്നെ ഉണ്ട്. ഷെഫ് ഓക്കെ, ഷെഫ് ഓക്കെ പറഞ്ഞു. ഇനി ബാക്കി നമുക്കിത് തന്നെ അങ്ങ് സെറ്റ് ചെയ്യാം. മാവ് നമുക്ക് മിക്സ് ചെയ്ത് ആദ്യം ദോശ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള സവാള കട്ട് ചെയ്യാം. എനിക്ക് സ്പീഡ് കുറവായെന്ന് പറഞ്ഞിട്ടാണ് അജി പറന്ന് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും അവസാനം പിടിച്ചൊക്കെ വാങ്ങിക്കാം നമുക്ക്.
ഞാൻ ചെയ്യാം. ഇത് പത്തിരി എന്താടാ ഇതൊക്കെ യൂട്യൂബിൽ വരുമോ? നല്ല ഭാഗം മാത്രമേ വരുള്ളൂ. കൊള്ളാം. ഗൈസ്, ഞാൻ വെട്ടിയത് തെറ്റാണെന്നും പറഞ്ഞിട്ട് ഇതാ പ്രൊഫഷണൽ അജിയും വെട്ടിയിരിക്കുകയാണ്. നമ്മളവിടുത്തെ പിച്ചാത്തി ഭയങ്കര മൂർച്ചയായതുകൊണ്ട് പിന്നെ ഒന്നും പറയില്ല. കാരണം എനിക്കറിയത്തില്ല ഇനി വേറെ പിച്ചാത്തി ഉണ്ടോന്ന്. ഞാൻ അവിടെ കൈ കിട്ടിയതാണ് എടുത്തുകൊണ്ട് വന്നത്. നമ്മൾ അടുക്കള കയറുന്നില്ല കളിയാ. ഇപ്പിടിതാ ഇതൊന്ന് നേരെ പറഞ്ഞ് ഞാൻ വെട്ടൂലായിരുന്നു. നീ വെട്ടിയ ചെയ്യണതാ ഇത്. ഗൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ വലിയ പീസായിപ്പോയി. അതുകൊണ്ട് ഇത്ര ഉള്ളൊരു പീസായിപ്പോയി. പക്ഷെ ഞാൻ ഇത്രയും അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ അതേപോലെ വെട്ടോളായിരുന്നു. നമ്മൾ കുറച്ച് മതി കേട്ടോ, കാരണം ഉച്ചയ്ക്ക് എന്നതാണെന്നില്ല. ഗൈസ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും മുളകും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു ദോശ, 1-2 ദോശ മതി. കാരണം അമ്പലത്തിൽ ഇപ്പോൾ അന്നദാനം തിന്നാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണത്തിൽ ഇങ്ങ് നിർത്താം. ഓക്കെ. പൊട്ടോ? പൊട്ടി നീ തള്ളിയിട്ടാൽ മതി. എൻ്റെ പ്രശ്നം എന്ന് വെച്ചല്ലേ, തോട് ഉൾപ്പെടെ ഇളകി പോകണേ. ഒരു മുട്ട പൊട്ടിക്കുക അതിനോട്. ആടാ അത് കട്ടിയായിട്ട് എന്തടാ. ഓ ഭയങ്കര ഓറഞ്ച് അല്ലേ മുട്ടയ്ക്കൊക്കെ. ചേട്ടാ, വീഡിയോ കാണാതെ കുറച്ച് മുളപൊടി കിട്ടണം കേട്ടോ. ഇത് കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ. കുറഞ്ഞു പോയാൽ കൂടി. ഓക്കെ, നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി മറ്റേ കരിയേപ്പില മറ്റേ കൊത്തി ഇട്ടിട്ടാ കീറിയിട്ട് മുളപൊടി കുറഞ്ഞു പോകാൻ ദൈവങ്ങളെ. ഈ എണ്ണ കുഴപ്പമില്ലല്ലേ? എണ്ണ തായിക്കോട്ടെ ദോശയ്ക്ക്. ഇളകിപ്പോടെ. ഇതുപോലെ മതി മതി മതി. ഈ ഷേപ്പിന് തെറ്റുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ദോശയായി. ദോശ വഴി തെറ്റിയൊക്കെ പോകണം. റെഡിയല്ലേ? സിമ്പിൾ മാൻ. ഗൈസ്, അപ്പം നമ്മുടെ അതാണ്ട് ദോശ, ഇതിൻ്റെ പേരെന്തിനാടാ? ഓംപ്ലേറ്റ് ദോശ. ഓംപ്ലേറ്റ് ദോശ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തിന്നുള്ളത്. സൂപ്പർ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഓംപ്ലേറ്റ് ദോശ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് അജിൻ കൃഷ്ണയാണ്. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. അജിനെ തിന്നു നോക്കിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അപ്പം നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം സംഭവം കൊള്ളാം. ദോശയും ഓംപ്ലേറ്റും അത്രേ ഉള്ളൂ. ഭയങ്കര ഗുമ്മൊന്നും പറയില്ല, തിന്നാം അല്ലേ? അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് പോകാം. അപ്പോൾ ഇതാണ്ട് പോളി കട്ട് ചെയ്തൊരു പയ്യൻ വന്നിട്ടുണ്ട്. പോളി എല്ലാം ആയിട്ട് ചാക്കായിട്ട് ഇല്ലേ? അവിടെ എന്താ പോകുന്നത്? സ്ട്രൈക്കായിരുന്നു എന്നൊക്കെ പറയാണ്. കുടിവെള്ളത്തിൻ്റെ സ്ട്രൈക്കാണ് അവിടെ നടക്കുന്നത്. കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ചോറിനാൻ പോവാം. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലിട്ടോ. അജി റെഡിയല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ കിടില ഊണല്ലേ? അങ്ങനെ ഊണുകൊള്ളാം. എന്നിട്ട് ഇനി നേരെ നമ്മൾ പന്തലക്കോട് പോകണം. ഒരു പൂച്ച എടുക്കണം. പൂച്ചയെടുത്ത് ഒരു സ്ഥലത്തോട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോകണം. നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുൾ കാഴ്ച ഇതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാത്രം ഒന്നും കഴിവേണ്ടി വന്നില്ല. അതെന്തായാലും ഭാഗ്യമായി.
ഐറ്റിക്കാരാ. അപ്പോൾ വൈകിട്ടുള്ള ചായ കുടി ഇന്ന് നിഖിലിൻ്റെ വകയാണ്. നിഖിലിൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചിറങ്ങുന്നതിന് മുമ്പേ കുടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം. പൂച്ച പ്രസവിക്കുന്നതിന് വഴക്കുറയുന്ന പയ്യനാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ്റെ പേരെന്താണ്? പേരിട്ടില്ലേ? പേരിട്ടില്ല. സുഗുണൻ. ഇവനും പേരിട്ടില്ല. ബ്ലാക്കി വൈറ്റി ആണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. കുറച്ച് മാറ്റും. 2.5 നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടോ. തള്ള വിഷമിച്ച് ഇത് കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞിരിക്കുകയാണ്. ആ ഒരു വിഷമത്തിൽ അജിന്താ സങ്കടം വേണ്ട. അവനും വയ്യ. അപ്പം ഈ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് എനിക്കും കൊടുക്കാൻ തോന്നില്ല. കൊടുക്കാനല്ലേ ആർക്കാണെന്നല്ലോ കൊണ്ടുപോകണത്. എന്നാലും നമ്മളൊരു തള്ളേരുടെ അടുത്തൊന്നും മാറ്റില്ലടാ നമ്മള്. കണ്ട അത് കണ്ട ഇങ്ങോട്ട് നോക്കണില്ല. അത് അറിഞ്ഞേ പോലുമില്ല. ഗൈസ് ഇങ്ങോട്ട് നോക്കൂ. കണ്ട നമ്മൾ നോക്കാൻ വയ്യാതിരിക്കുകയാണ്. ഗൈസ് നമ്മൾ പൂച്ചയെ കൊടുത്തു കേട്ടോ. പക്ഷെ പൂച്ചയെ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം നമ്മൾ കണിയാരത്തിരിക്കുകയാണ്. ഇതാണ് നിഖിൽ, പൂച്ചയുടെ ഓണർ. വിഷമിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് അജിൻ. ഇത്ര നേരം പൂച്ചയെ ഉറക്കി, 2 പേരെ ഉറക്കി കിടത്തി നല്ല ഒരു അച്ഛൻ്റെ വാത്സല്യം അവർ കൊടുത്തു അവിടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലം കേട്ടോ ഞാൻ വിളക്ക് കത്തിച്ചിട്ട്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം. അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ് അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പ്രധാനമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചെടിക്ക് നല്ലതുപോലെ വെള്ളം വീത്തണം. വേറെ എന്ത് മറന്നാലും കുഴപ്പമില്ല, ചെടിക്ക് വെള്ളം വീത്തണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എടുത്ത് 2-3 വട്ടം പറഞ്ഞിട്ട് പോയത്. ഞാനിപ്പോൾ അത് വിട്ട് വരുന്നെങ്കിൽ ഇനിയിപ്പോൾ വരാൻ നേരത്ത് ഇനി അത് മതി. അതുകൊണ്ട് നമുക്ക് എല്ലാ ചെടിക്കും വെള്ളം വീത്തണം. ഇതൊക്കെ കരിഞ്ഞ് നിൽക്കണുണ്ട്. അല്ലോ പറയണ്ട. ആ ചെടിക്ക് വെള്ളം വീതിയിട്ട് വേണം നമുക്കിനി അടുത്ത വിളക്ക് തേക്കാൻ. നമ്മൾ വിളക്കത്തിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുഹമ്മദിൻ്റെ അവിടെ പോകണം. അവൻ്റെ കാക്കയുടെ കല്യാണമാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു റിസപ്ഷൻ പരിപാടിയുണ്ട്. അപ്പോൾ രാത്രിത്തുള്ള ഫുഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അജീബ് വരും, വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇതിപ്പോൾ മുഹമ്മദിൻ്റെ കാക്കയുടെ കല്യാണത്തിന്. മുഹമ്മദേ കുറേ നേരം ഇങ്ങനെ രഹസ്യം വരുമെന്നോ എന്തിനു തള്ളി പിടിക്കണ്ടു. അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.